വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ എത്തി. FSUs എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഇത്രക്കാര് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ വലിയൊരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിലൊക്കെയാണ് ഞാൻ പോകുന്നത്. തിയേറ്റർ അങ്ങ് ദൂരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതുവരെ നടന്നിട്ട് പോകേണ്ടത്. അത് നമുക്ക് ഈ ഹെൽമെറ്റ് ഇല്ലേ, ഈ ഹെൽമെറ്റ് ഇവിടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നമുക്ക് വെക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടപ്പോൾ എൻ്റെ യാത്ര മുടങ്ങും. ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഈ ഹെൽമെറ്റ് വെക്കട്ടെ. ഞാൻ ആദ്യം ഈ ഒരു ഷോപ്പിൽ ഞാൻ ഏതായാലും ഹെൽമെറ്റ് വെച്ചു. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. നിങ്ങൾ കണ്ടോ, വന്ന ഫസ്റ്റ് ചെയ്യുന്നത് വിക്കിപീഡിയ ഓപ്പൺ ആക്കിയിട്ട് FSUസിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യാം കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, ആരും ഇല്ല കേട്ടോ. യൂഷ്വലി ഇവിടെ നല്ല എന്താ പറയുക, ഒരുപാട് ടൂറിസ്റ്റുകൾ വേൾഡ് വൈഡിൽ നിന്ന് വരുന്ന സ്ഥലം. പക്ഷെ ഇപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഓക്കെ, ഞാൻ ടിക്കറ്റ് എടുത്തു. ശരിക്കും 100 ഇവിടുത്തെ 100 തുർക്കിഷ് കറൻസിയാണ് ടിക്കറ്റ് വന്നത്. നാട്ടിൽ 1000 രൂപയാണ്. അത് കുറച്ച് എക്സ്പെൻസീവ് കേട്ടോ. എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഞാൻ ഈ വന്ന വഴിയിൽ മുടക്കിയ ഏറ്റവും വലിയൊരു കറൻസി ഇത്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 3000 വർഷം പഴക്കമുള്ള ഗ്രീക്ക് റോമൻ ഒരു സിറ്റിയാണ്. ആ സിറ്റിയുടെ പേര് FSS എന്നാണ്. 3000 വർഷം പഴക്കമുള്ള ഒരു സിറ്റി, ഒരു വലിയൊരു സിറ്റി. അവിടെ നമുക്ക് എന്താ പറയുക, നമുക്ക് ലൈബ്രറി ഉണ്ട്, അതുപോലെ സ്കൂളുണ്ട്, ഒരുപാട് ബാത്ത് ഏരിയാസ് ഉണ്ട്, സിറ്റീസ് ഉണ്ട്, എന്താ പറയുക മാർക്കറ്റുകളുണ്ട്. പിന്നെ മെയിനായിട്ട് അവിടെ പിന്നെ ഒരു വലിയൊരു എന്താ പറയുക ഒപ്പേറ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതാണ്. നമ്മൾ കാണാൻ പോകുന്ന ഏരിയ ഏകദേശം BC 6000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് നിയോതാലിക് പീരീഡ് അറിയാമല്ലോ. ആ പീരീഡ് മുതൽ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഏരിയ എന്താ പറയുക, ശരിക്കും ഒരു ഹിസ്റ്റോറി നിറഞ്ഞു കിടക്കുന്ന ഏരിയ. ഇവിടെ മുഴുവനും ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടുത്തെ ഇവിടെയൊക്കെ കാണാം, അവിടെ ലോങ്ങൊക്കെ ഒരുപാട് ചെറിയ കോട്ടകളൊക്കെ കാണാം. ഇതൊക്കെ 6000 7000 വർഷം പഴക്കമുള്ള കാര്യങ്ങൾ ഇവിടെ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു തിയേറ്ററാണ്, ഒപ്പേറ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ശരിക്കും ആ ഒരു ട്രോയിൽ ഞാൻ കാണിച്ചതില്ല, ചെറിയൊരു ഒപ്പേറ തിയേറ്റർ. അതിൻ്റെ വലിയത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ എടുത്തിട്ട് കിണറ്റിലിടണം. ഇത് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും വലുതാണ്. അത്രയും വലിയൊരു തിയേറ്ററാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആ തിയേറ്ററിലേക്ക് വരുന്ന നടപ്പാടത്തെയാണ് ഈ കാണുന്നത്. താഴെ മുഴുവൻ മാർബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. വലിയ ഒരു കാലത്ത് ഇവിടെ രാജാക്കന്മാരൊക്കെ കുതിരപ്പുറത്ത് വന്ന് സഞ്ചരിക്കാൻ ഉപയോഗിച്ച നടപ്പാതകളാണ്. ഇതുവഴി വന്നിട്ടാണ് ഇവർ നേരെ ഈ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടതുവശത്തൊക്കെ ആയിട്ട് തൂണുകളാണ്. ഇവിടെ എല്ലാം മാർബിളിൻ്റെ തൂണുകളാണ്. കരിങ്കല്ലും മാർബിളൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. കരിങ്കല്ല് എന്ന് വെച്ചാൽ കറുത്ത കല്ലല്ല, വെള്ള കളർ കല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാർബിൾ എന്ന് പറഞ്ഞത്. ഇവിടെ ഈ ഒരു മലയുടെ പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇത് പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ജസ്റ്റ് കുറച്ചും കൂടി ഹിസ്റ്ററി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ കൂടി നമുക്കൊന്ന് കാണാം. പിന്നെ ഈ ഏരിയ കുഴിച്ചെടുത്തത് 1863, അതുപോലെ 1869, 1895 ഈ 3 കാലഘട്ടത്തിലായിട്ട് ഈ ഏരിയ മൊത്തം കുഴിച്ചെടുത്തത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ട്രോയ് പോയപ്പോഴും ആ ഒരു സമയത്ത് തന്നെയാണ് കുഴിച്ചെടുത്തത്. അപ്പോൾ ആ സമയത്തുള്ള പുരാവസ്തു ഗവേഷകരാണ് ശരിക്കും ഖനനം നടത്തി ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നത്. ഇതൊക്കെ മണ്ണിനടിയിലായിരുന്നു ഈ ഏരിയ മുഴുവനും. ഇതൊക്കെ ഈ ഒരു നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇത് കുഴിച്ചെടുത്ത് വെച്ചതാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ താഴത്തെ വർഷം ഡിസൈൻ കണ്ടിട്ട് ഈ തൂണിൻ്റെ മുകളിൽ ഉള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നത്. ഈ അടുത്ത കാലത്തൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ഫോട്ടോ ഈ ഒരു സിറ്റിയുടെ ഈ കാണുന്നതാണ് ഒപ്പേറ ഹൗസ്. ഇവിടെയാണ് നമ്മളിപ്പം കയറാൻ പോകുന്നത്. ശരിക്കും ഇത് ഒരു ആൻഡ്രോകോലോസ് എന്നൊരു ഏതൻസിലെ ഒരു രാജകുമാരനുണ്ട്. അദ്ദേഹമാണ് ഈ ഒരു പട്ടണം നിർമ്മിച്ചത്, FSUs എന്ന പട്ടണം നിർമ്മിച്ചത്. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ മരണത്തോടു കൂടി അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു സിറ്റി വിട്ടു. അതാണ് ഹിസ്റ്ററി. ഇത് നടന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പിന്നെ എൻ്റെ പുറത്ത് വെള്ളത്തിൻ്റെ ബാഗ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് ഇങ്ങനെ പോകാം. ഓക്കെ, ഞാൻ സംഭവം ഓൾറെഡി ഈ തിയേറ്ററിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് വന്നു. പക്ഷേങ്കിൽ സത്യം എനിക്ക് തൃപ്തി കിട്ടിയിട്ടില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പോൾ ഞാനിത് ഒരു ഗൈഡിനെ ഹയർ ചെയ്തു. ഒരു 2000 രൂപ, നാട്ടിലത് 2000 രൂപയാണ്. ഇതിനകത്ത് കയറാൻ ടിക്കറ്റിന് 1000 ഉള്ളൂ. പക്ഷേ ഗൈഡിന് 2000 രൂപയാണ് ഷോർട്ട് സ്റ്റോറിക്ക് ഹയർ ചെയ്തത്. വേറെ വഴിയില്ല, കാരണം പൈസ മുടക്കാതെ വഴിയില്ല. ഒരു പക്ഷേ ആ മുടക്കിയ പൈസ ഒന്നും എനിക്ക് വീഡിയോ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് വ്യൂവേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല. പക്ഷേങ്കിൽ ആ കാണുന്ന ആൾക്കാർ തൃപ്തിയോടുകൂടി കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു ഗൈഡിനെ ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എന്തോലിയ കാലഘട്ടത്തിലെ ഒരു തിയേറ്ററാണ്. 25000 ആൾക്കാർ കപ്പാസിറ്റിയുള്ള തിയേറ്റർ എന്ന് വെച്ചാൽ ബുൾ ഫൈറ്റിൽ ഇപ്പം മൃഗങ്ങൾ തമ്മിലെ ഫൈറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഒരു തിയേറ്റർ കാണാൻ പോകുന്നത്. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 25000-ഓളം ആൾക്കാരുടെ ഇരിക്കാൻ കപ്പാസിറ്റിയിലൊരു തിയേറ്റർ ഇത്. വാ, 25000 ആൾക്കാർക്ക് ഇരിക്കുന്ന കപ്പാസിറ്റിയിൽ തിയേറ്റർ ഇത്.
ഇവിടെ നിന്ന് നടക്കുന്ന വെച്ചാൽ ഗ്ലാഡിയേറ്റർ ഫൈറ്റാണ് നടക്കുന്നത്. നമ്മൾ ഒരുപാട് റോമൻ അല്ലെങ്കിൽ ഗ്രീക്കുമായി ബന്ധപ്പെട്ട മൂവീസ് കണ്ടവർക്കറിയാം. ഇങ്ങനെ മൃഗങ്ങളും മനുഷ്യരും, അല്ലെങ്കിൽ സിംഹങ്ങളും മനുഷ്യരും, അല്ലെങ്കിൽ മനുഷ്യരും ഇതൊക്കെയായിട്ട് ഫൈറ്റ് ഉണ്ടാവും. അങ്ങനെ ഫൈറ്റ് നടക്കുന്ന ഒരു തിയേറ്റർ ഇത് 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ട്രോയുമായി ബന്ധപ്പെട്ട ആ ഒരു കാലഘട്ടത്തിലുള്ള പിന്നെ ആ ഒരു ഏരിയയിൽ തന്നെ താമസിച്ച മനുഷ്യരാണ്. ഇപ്പോൾ ഇവിടെ ഈ സൈഡ് എന്ത് ചെയ്യുന്നത്, ഇവർ തീയിടും. ഇവിടുന്ന് മൃഗങ്ങളും ഒക്കെ ഈ ഫൈറ്റിനിടയിൽ മുകളിലോട്ട് ചാടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തീയിടുന്നത്. പിന്നെ ഈ ഒരു വാൾ കണ്ടോ, ഈ വാളും നല്ല ഹൈറ്റ് ഉണ്ട്, ഇങ്ങനെ തുള്ളിയിട്ട് മുകളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ ഇത് ശരിക്കും ഇങ്ങനെയല്ല, ഒരുപാട് ഹൈറ്റ് ഉണ്ട് മുകളിലേക്ക്, ഒരുപാട് ഹൈറ്റിൽ ഈ ഒരു സംഭവമുണ്ട്. പക്ഷേ അതൊക്കെ തകർന്നിട്ടാണ് ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇതുണ്ട്, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ. അപ്പോൾ കുറച്ച് ഇടുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി ലെവലപ്പായിട്ട് വരും. പിന്നെ ഇവിടെ വേറെ എൻട്രൻസ് ഉണ്ട്, എന്നുവെച്ചാൽ ഇതിൻ്റെ ഈ വശമായിട്ട് വേറെ എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇതതിൻ്റെ ഒന്നാമത്തെ നില. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു നിലയാണെങ്കിൽ 2 നില 3 നില അങ്ങനെ കണക്കൂട്ടാണ്. ഇത് ഒന്നാമത്തെ നില കേട്ടോ. ഇവിടെയൊക്കെ ഇതിൻ്റെ പരിപാടികളാണ്. അപ്പോൾ ഞാൻ നോക്കുന്നത് എവിടെയെങ്കിലും ഒരു സ്പെഷ്യൽ സീറ്റ് ഉണ്ടാവും രാജാവിന് ഇരിക്കാൻ വേണ്ടിയിട്ട്, രാജകുടുംബങ്ങൾ ഇരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു സ്പെഷ്യൽ സീറ്റ് ഉണ്ടോ. ഇത്ര കയറാൻ പറ്റില്ല, അപ്പുറം കയറാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഫോളോവേഴ്സിൻ്റെ ഇടയിൽ ചരിത്രം ഒരുപാട് ഇഷ്ടപ്പെടുന്നതിലും ചരിത്രത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളോടാണ്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററി നല്ല മലയാളത്തിൽ നമ്മുടെ ഫോളോവേഴ്സിന് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പിൻ ചെയ്യാം. അപ്പോൾ എന്താ പിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, ബാക്കിയുള്ളവർക്ക് കമൻറ്റ് വായിച്ച് മനസ്സിലാവും ഞാനിപ്പോൾ ഇവിടെ ഇല്ലെന്നില്ല. കാരണം ഞാൻ വിക്കിപീഡിയ ഇപ്പോൾ ഇരുന്ന് വായിച്ചു, ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല. പക്ഷേ ഇതെല്ലാം കൂടി ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഒരു സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനെ കൊണ്ട് പറ്റുന്നില്ല. ഞാനതിന് ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. ഇതാണ് ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ. താഴെയായിട്ട് പ്രോഗ്രാം നടക്കുന്നത് കാണാം. ഇതിന് മുകളിൽ അവിടെയൊക്കെ എൻട്രൻസ്, മുകളിലൊക്കെ ഒരു എൻട്രൻസ് ഉണ്ട്. പിന്നെ ഇതിനങ്ങോട്ടൊക്കെ നമുക്ക് ഇവിടെ ക്ലോസ് ആക്കിയിട്ടുള്ളത്, എൻട്രൻസ് ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ആൾക്കാരെ ഇവിടെ ഒരേ സമയത്ത് ഇരുന്ന പരിപാടിയാണ് അവൻ്റെ. പക്ഷേ എങ്കിൽ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ നോക്കുന്നത്, അപ്പോൾ അവിടെ എങ്ങനെ നേരിട്ട് കാണുന്നത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക്, ഈ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാർക്ക് പ്രവേശിക്കാനുള്ള സംഭവങ്ങളൊക്കെ അതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതായി ഞാൻ കുറച്ച് അടുത്ത് വരെ കാണിച്ചിട്ടോ. ശരിക്കും ഈ FSS സിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. നേരത്തെ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അത് റോമൻ ഗ്രീക്ക് ആർക്കിടെക്റ്റാണ് മിക്സിംഗ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏരിയ ആ ഒരു ലുക്കിൽ വരുന്നത്. പിന്നെ ഈ ഒരു തിയേറ്റർ ശരിക്കും ഇവിടുത്തെ ആൾക്കാരുടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് ഇവിടുത്തെ തിയേറ്റർ പുതുക്കി പണിയുണ്ടായി. ഞാൻ പറഞ്ഞത് 25,000 ആൾക്കാരോടും ഈ ഒരു തിയേറ്ററിൽ പിന്നെ ഈ തിയേറ്ററിൽ കൊള്ളും. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, ഒരു വലിയൊരു തിയേറ്റർ, ആ വലിയ തിയേറ്ററിൽ മൊത്തം ആരവങ്ങളും ഒക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അല്ലേ, എന്ത് രസമുണ്ടാകും. എൻട്രൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് FSS ശരിക്കും 3 തവണ ഈ സിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഇപ്പോൾ കണ്ണൂർ എന്നുള്ള സിറ്റി എന്ത് ചെയ്യുന്നത് 3 തവണ 3 ലൊക്കേഷനിലൊക്കെ അവർ മാറ്റി താമസിപ്പിക്കുന്നത്. അതുപോലെ ഈ സിറ്റി അങ്ങനത്തെ എടുത്ത് പറിച്ചിട്ട് 3 സ്ഥലത്തായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ക്രിയേറ്റ് ചെയ്തത് പിന്നെ ഈ മലേറിയ അല്ലെങ്കിൽ പ്ലേഗ് പോലത്തെ അസുഖങ്ങൾ കാരണമായിരുന്നു. പിന്നെ ചെയ്തത് യുദ്ധങ്ങൾ കാരണമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് 3ാമത്തെ സിറ്റിയാണ്. ഇതാണ് ഈ 3 ഏറ്റവും വലുതും ഇതാണ്. ആ വലിയ സിറ്റിക്കുള്ളിലാണ് നമ്മളിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറന്നു വരുത് 3000 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ താമസിച്ച ഒരു സിറ്റിയാണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പം കണ്ട ആ ഒരു തിയേറ്ററിൻ്റെ ഭാഗങ്ങളാണ്. മുകളിൽ നിന്നൊക്കെ കല്ലൊക്കെ ചെയ്യുന്ന നിമിഷം താഴെ വിടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ആദ്യം ഇതേപോലെ എവിടെ പോയാലും ഒച്ചപ്പാടും കരച്ചിലാണ്. ഓ നിങ്ങളെ ചാനൽ കാണുമ്പോൾ ഭയങ്കരല്ലേ, പക്ഷേ എവിടെ പോയി ഒച്ചപ്പാടും പോകണം കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ്, ഞാൻ ടൈം മെഷീനിലെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പോകുന്നു. എങ്ങനെ ക്യാമറയൊക്കെ എടുത്തിട്ട് എന്ത് രസമുണ്ടാവും അല്ലേ. ഓപ്പോസിറ്റ് ഓരോ ആൾക്കാർ എന്നെ ഇങ്ങനെ കാണുമ്പോൾ, ക്യാമറ കാണുമ്പോൾ ഇതെന്താ സംഭവം നിങ്ങൾക്ക് അറിയില്ലോ. തിന്നുന്ന സാധനം വെച്ചാൽ അത് ചിലപ്പോൾ വാങ്ങി കടിക്കും. ഇത് ഇവിടെ ഒരു തൂണ് കണ്ടോ, റൗണ്ട് ഷേപ്പിൽ. ഓക്കെ, കോൺക്രീറ്റ് ഒന്നുമല്ല, സാധാ കല്ല് തന്നെ. ആ കല്ല് എങ്ങനെയാണ് അവിടെ അങ്ങനെ പിടിപ്പിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗമ്മ ഒന്നും ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അവർ നല്ല സ്റ്റൈലായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ല ഗ്ലാഡിയേഴ്സുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്ലാഡിയേഴ്സിന് എന്താണ് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അതിൻ്റെ ഒരു സ്റ്റാച്ചു ആണിത്. ശരിക്കും പറഞ്ഞാൽ അത് പടയാളികളാണ്. അതും മൊത്തം പടച്ചട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, മുഖമൊക്കെ കവർ ചെയ്യും, പടച്ചട്ടയൊക്കെ എടുത്ത് 300 സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ല, കണ്ണ് മാത്രം പുറത്ത് കാണിച്ചിട്ട് അതുപോലുള്ള പടയാളികളാണ്. പിന്നെ മൃഗങ്ങളൊക്കെയാണ്, അവർ തമ്മിലാണ് അവിടെ ആ ഒരു പിന്നെ എന്താ പറയുക തിയേറ്ററിൻ്റെ ഉള്ളിൽ അടികളും അല്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന കേട്ടോ. പിന്നെ അതുപോലെ ഈ FSSൻ്റെ 1ാമത്തെ പാർട്ട് ക്രിയേറ്റ് ചെയ്തത് ആമസോണിയൻസ് എന്നാണ് വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഒരു രാജ്ഞിയുണ്ട്, അവരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് FSSൻ്റെ പേരും വരാൻ കാരണം കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ ഉണ്ട്, നമുക്കതൊന്ന് കാണാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ.
ബ്യൂട്ടിഫുൾ കേട്ടോ. ഓക്കെ, നടപ്പാതയൊക്കെ കൊടുത്തിട്ടുണ്ടോ ഇവിടെ. പിന്നെ ഈ ഒരു സ്ഥലത്തിൽ വേറെ പ്രത്യേകത കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഗ്ലാഡിയേറ്റർ ഫൈറ്റ്, ഇവിടുത്തെ സ്ത്രീകൾക്കില്ല, ഈ ഗ്ലാഡിയേറ്റേഴ്സ് ചാവേർ പോരാളികളാണ്. എന്ന് വെച്ചാൽ അവർ മരിക്കാനായിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പം അവരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവരവരുടെ സ്കിന്നൊക്കെ അവർ കളക്ട് ചെയ്യും പോലും. പിന്നെ ഈ ഒരു ഏരിയ ആയിരുന്നത് മാർക്കറ്റ്. ഈ ഒരു സംഭവം കണ്ടോ, സൈഡിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ടോ. ഇവിടെ കടകളാണ് മുഴുവൻ. അപ്പോൾ ഇവിടെ ആൾക്കാർ കൂടാനും പിന്നെ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉള്ള ഏരിയാസ് മൊത്തം കേട്ടോ. ഒരു സിറ്റിയുടെ നമ്മളൊരു മാർക്കറ്റ് കയറി, ഇപ്പം നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഇസ്മീറിലെ മാർക്കറ്റിലൊക്കെ പോയില്ല, അതുപോലെ മാർക്കറ്റ്, പക്ഷേ 3000 വർഷം പഴക്കമുള്ള മാർക്കറ്റ് എന്നിട്ടും. അപ്പോൾ ഓരോ ഷോപ്പുകളിലായിട്ട് സാധനങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫോറം എന്നായിരുന്നു പറഞ്ഞത്. ഫോറം എന്ന് വെച്ചാൽ റോമൻ ഭാഷയിലെ മാർക്കറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോറം അറിയാലോ, നമുക്ക് ഫോറം മാളൊക്കെ ഉണ്ട് നാട്ടിൽ ഒരുപാട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എവിടെ നിന്നാണ് ആ പേര് വന്നതെന്നുള്ളത്. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇവിടെ നിങ്ങൾ കലകളുണ്ട് താഴെയിൽ. ഇതെന്താണെന്ന് വെച്ചാൽ ചാരിയറ്റർ അല്ലേ, തേരുകൾ. അറിയാലോ പണ്ട് റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരത്തിൽ നമുക്ക് തേരുകൾ കാണാൻ പറ്റും. അപ്പം ആ തേരുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല മിനുസാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന റോഡ് എങ്ങനെ ഉണ്ടാകും, ആ റോഡ് പോലത്തെ നല്ല മിനുസാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഇവർ തേരുകൾ പാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ തേരുകൾ പാർക്ക് ചെയ്യും, അവിടെ പ്രോഗ്രാം കാണാൻ പോകും. അതുപോലെ ഇതിൻ്റെ പുറകിലായിട്ട് ഇവിടെ ഷോപ്പിങ്ങിന് പോകും. എന്ന് വെച്ചാൽ അവിടെ പ്രോഗ്രാം, ഇവിടെ പാർക്കിംഗ് ചെയ്ത് ഷോപ്പിംഗ് ചെയ്യാൻ പോകും. അത് നല്ലൊരു സംഭവമാണ്. പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും സൂര്യപ്രകാശത്തിൽ നിന്ന് വെളിച്ചത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി മുകളിലൊക്കെ റൂഫ് ഉണ്ടായിരുന്നു. മുകളിലൊക്കെ ഇവർ റൂഫ് ഇട്ട് കവർ ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ആലോചിക്കുക, നമ്മളൊരു മാർക്കിനുള്ളിൽ പോകുന്ന മുകളിൽ തുണിയൊക്കെ കെട്ടിയിട്ട് കവർ ചെയ്യുമ്പോൾ എത്രത്തോളം സേഫ്റ്റി ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളും സാമീപ്യമുള്ള കാര്യങ്ങളും തന്നെ അന്നും മനുഷ്യന്മാർ ചെയ്തിരുന്നത്. പക്ഷേ അന്ന് സോഷ്യൽ മീഡിയയും ടാബും മൊബൈലും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എല്ലാവരും എപ്പോഴും മെയ്യും കാലും അനങ്ങിയിട്ടുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ഇത് ഹൗസ് ഓഫ് ഫ്ലഷർ എന്ന് പറയും. അത് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ശരിക്കും കേട്ടോ ഒരു സ്ത്രീയുടെ രൂപമാണ്. അതിൻ്റെ ഇവിടെ അവരുടെ കാലിലെ പാദം ഉണ്ടാവും. പിന്നെ ഇവിടെയായിട്ട് ഒരു ചെറിയ കുഴിയിൽ പൈസ എടുത്തൊരു സെറ്റപ്പാണ്. അപ്പം ഈ സ്ത്രീയെ ആവശ്യമുള്ളവർക്ക് ഈ കാലിൻ്റെ പാദം വെച്ച് നോക്കിയിട്ട് സൈസ് അങ്ങനെയൊക്കെയാണ് വലിപ്പം കണക്കാക്കുന്നത്. അതുപോലെ അതല്ലെങ്കിൽ ആ കുഴിയിൽ പൈസ ഇടുമോ ഇങ്ങനെയൊക്കെ കേട്ടോ. അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ കാണുന്നുണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗസ് ഓഫ് ഫ്ലഷറിലേക്കുള്ള വഴിയാണ് ഇത് കേട്ടോ. അതുപോലെ ഇവിടെ ചില സ്ഥലങ്ങൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ കണ്ടു ചെറിയ ഹുക്ക് പോലെ. ഇത് ഇവിടുന്ന് പോകുന്ന കുതിരകളില്ല, ആ കുതിരകളെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവരെന്ന് ഈ സൈഡ് ചാരിയറ്റ്സ് ആണെങ്കിൽ തേരുകൾ ഇവിടെ നിർത്തി, ഇതിന് ഓപ്പോസിറ്റ് സൈഡ് കുതിരകൾ ഇവിടെ കെട്ടിയിട്ടിടും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹുക്കുകൾ ഈ ഒരു ചുമരിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആൻഷ്യൻ വേൾഡിലെ 3ാമത്തെ ഏറ്റവും വലിയ ലൈബ്രറിയാണ്. ഏകദേശം 12,000-ഓളം ബുക്കുകൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ആൻഷ്യൻ വേൾഡിലെ ഏറ്റവും വലിയ ലൈബ്രറി. അതാണ് എൻ്റെ പുറകിലുള്ളത്. അതിൻ്റെ പേരാണ് ലൈബ്രറി ഓഫ് സെൽസസിൻ്റെ ലൈബ്രറി. അപ്പോൾ അതാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതും 2000 വർഷങ്ങൾക്ക് മുമ്പാണ് അത് നിർമ്മിച്ചത് കേട്ടോ. ഓക്കെ, നമുക്കതിന് ഉൾവശം കാണാം. പിന്നെ ഇവിടെ പോകുന്നതിന് മുമ്പ് കണ്ടോ ഇവിടെ കല്ലുകളൊക്കെ ഉണ്ടോ ഡിസൈൻ വെച്ചിട്ട്. ഇവിടെ ഒരു പട്ടാളക്കാരൻ്റെ ഹെൽമെറ്റും അതുപോലെ കാലിനിടുന്നതും ഒക്കെ കത്തി ഇതിൻ്റെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഓരോ ഡിസൈൻസാണ് കല്ലുമ്മലിട്ട് കൊത്തി വെച്ചത്. അടിപൊളിയല്ലേ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ലൈബ്രറി. നമുക്ക് ആ ലൈബ്രറിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഈ സെൽസസ് ഓഫ് ലൈബ്രറി എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത് ശരിക്കും സെൽസസിന് ആ സമയത്തുണ്ടായിരുന്ന ഒരു ഗവർണറായിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു ലൈബ്രറി നിർമ്മിച്ചത്. ഇതാണ് ഈ സിറ്റിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു FSS സിറ്റിയുടെ മെയിൻ ഹൈലൈറ്റ് ആയിരുന്നു ഈ ഒരു ലൈബ്രറി. ഞാൻ പറഞ്ഞില്ലേ 3ാമത്തെ ഏറ്റവും വലിയ ലൈബ്രറിയാണ്. പിന്നെ ഇത്രയും 10-12,000-ഓളം ബുക്സുകൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. അതുപോലെ ഈ റൈറ്റ് സൈഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ഉള്ളത്. ഇതൊക്കെ ഷോപ്പുകളാണ്, ചെറിയ ഷോപ്പുകളാണ്. നമ്മൾ നേരത്തെ അതിന് മുകളിൽ കണ്ട് ആ ഒരു മാർക്കറ്റാണ് ഈ റൈറ്റ് സൈഡ് ഉള്ളത്. അപ്പം ഇവിടെ മാർക്കറ്റ്, അതുപോലെ അവിടെ തിയേറ്റർ, പിന്നെ ഇവിടെ ലൈബ്രറി. അപ്പോൾ സിറ്റിയുടെ കാര്യങ്ങളൊക്കെ അടുത്തടുത്തായി. പിന്നെ ഇത് വേറെ കാര്യം കൂടി ഉണ്ട്. ഇത് ആർക്കിയോളജിക്കൽ ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്തത് ഓസ്ട്രിയയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. ഒട്ടോമൻ ഭരണകാലത്ത് തുർക്കി ഫ്രീഡം ആകുന്നതിന് മുമ്പ്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ നല്ല നല്ല സാധനങ്ങളൊക്കെ പൊക്കി പോയിട്ട് വിയന്നയിൽ കൊണ്ടിട്ടു. വിയന്ന വെച്ചാൽ ഓസ്ട്രിയയുടെ ഒരു സ്ഥലമാണ്. വിയന്നയിലുള്ള മ്യൂസിയത്തിൽ ഇവിടുന്ന് കൊണ്ടുപോയി ഒരുപാട് പ്രതിമകളും ഒരുപാട് കാര്യങ്ങൾ ഒറിജിനലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒരു ലൈബ്രറി കേട്ടോ. ഈ ട്രിപ്പിൾ ആർച്ചിന് വേറെ സ്റ്റോറി കൂടി ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. ശരിക്കും ഇവിടെ രാജാവിന് ഒരുപാട് അടിമകളുണ്ടായിരുന്നു. അപ്പോൾ അടിമകൾ അവർ സ്വതന്ത്രരാക്കിയപ്പം അടിമകൾ സ്വതന്ത്രരാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാലോ. അങ്ങനെ ജോലി ചെയ്ത് അവർ പൈസ ഉണ്ടാക്കി. ആ പൈസനെ കൊണ്ട് അവർ പണിത ആർച്ചാണിത്. 3 എണ്ണം, 1, 2, 3 എണ്ണം വരുന്ന ഈ 3 ആർച്ചിൽ വരുന്ന ഗേറ്റാണിത്. അപ്പോൾ ആ രാജാവിൻ്റെ അടിമകളായിരുന്നു അന്ന് ഇത് പണിതത്. പിന്നെ ഇനി നമുക്ക് ഏതായാലും ഇതിലേക്ക് കിടക്കാം. പിന്നെ ഈ ഒരു സംഭവം, ഈ ലൈബ്രറി ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാൻ 8 വർഷം എടുത്തിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഈ ലൈബ്രറി ഇപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, തകർന്നിട്ട് കിടക്കുന്നിടത്ത് പീസായിട്ട് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തതാണ്. ആ റീക്രിയേറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 10 വർഷം എടുത്തിട്ടോ. എന്ന് വെച്ചാൽ ഫസ്റ്റ് അവർ പുതിയത് ഉണ്ടാക്കാൻ 8 വർഷവും, അതുപോലെ ഈ തകർന്നെടുത്ത് പുരാവസ്തു ഗവേഷകർക്ക് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 വർഷം എടുത്തു, 2 വർഷം കൂടുതലെടുത്തു. ഇതാണ് ലൈബ്രറിയുടെ ഉൾവശം എന്ന് പറയുന്നത്.
ഞാൻ പറഞ്ഞാൽ ഇത് റീക്രിയേറ്റ് ചെയ്തതാണ്, അല്ല തകർന്നെടുത്ത് രണ്ടാമത് ഇവർ റീക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ലൈബ്രറി നിർമ്മിച്ച ആളുണ്ട് സെൽസസിൻ്റെ മൃതദേഹം ഇതിൻ്റെ പുറകിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം ഒരു വെള്ള കളർ മാർബിളിൽ ഇതിൻ്റെ പുറകെ സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോസ് ചെയ്യുന്നുണ്ടോ ഇതിൽ. അതോ ലൈബ്രറി ഉള്ളിൽ നിന്ന് കാണുമ്പോൾ 2 നിലയായിട്ടാണ് തോന്നുന്നത്, കണ്ടില്ലേ? ഉള്ളിൽ നിന്ന് കാണുമ്പോൾ 2 നിലയാണ്, പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ 3 നിലയാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലമില്ല, പ്ലേസ് ഓഫ് പ്ലഷർ, അപ്പം സ്ത്രീകളുടെ, അപ്പം അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ലൈബ്രറി വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ആണുങ്ങൾ ലൈബ്രറിയിൽ പോകാൻ ഒരുപാട്, പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആണുങ്ങളായിരുന്നു ലൈബ്രറിയിൽ വന്നിരുന്നത്. കാരണം വീട്ടിൽ നിന്ന് ഓക്കെ മോളെ ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് വരും, പക്ഷേ ഇതിന് നേരപ്പുറമാണ് പ്ലേസ് ഓഫ് പ്ലഷർ ഉള്ളത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു വരും. ഞാൻ പറയുന്നതല്ല, നമ്മൾ ഗൈഡ് പറഞ്ഞത് കേട്ടോ, സത്യമാണെന്ന് പഠിച്ചവനിക്കറിയാം. പിന്നെ ഇവിടെ ഇതിൻ്റെ പുതുക്കി പണിതൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയയിലെ ആൾക്കാരായിരുന്നു ഇത് റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിലപ്പെട്ട സാധനങ്ങളെല്ലാം അവരടിച്ചു മാറ്റി കൊണ്ടുപോയി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടോ, എനിക്കിവിടെ പ്രതിമ ഉണ്ടോ, ഈ പ്രതിമയില്ലേ, ഈ 4 പ്രതിമയും സ്ത്രീകളുടെയാണ്, ഒറിജിനൽ അവർ കൊണ്ടുപോയി. ആ 4 പ്രതിമയും 4 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വെൽത്തി, നോളജ്, ഇങ്ങനെ 4 കാര്യങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൂണുകളൊക്കെ സിംഗിളാണ്, ഒറ്റ പീച്ചിൻ്റെ മുകളിലാണ് മൊത്തം പണിതിട്ടുള്ളത്. അതും മാർബിളാണ്, തൊടുമ്പോൾ തന്നെ അറിയാം നല്ല വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ ബുക്സ് ഒന്നുമില്ല, എല്ലാം യുദ്ധത്തിൽ തീ പിടിച്ച് കത്തി തകർന്നു, എല്ലാം പീസീസ് ആയിട്ടോ. ഇപ്പോൾ ആൾക്കാരിങ്ങനെ വരാം, ഫോട്ടോ എടുക്കാം, കുറേ ഗൈഡുകളൊക്കെ ജീവിക്കാം, അതുപോലെ ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാക്കാം. പിന്നെ ലോക പൈതൃകപ്പെട്ട വേൾഡ് ഹെറിറ്റേജിൽ സൈറ്റിൽ പെട്ടൊരു സ്ഥലമാണ് ഈ FSS എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് പോയി നോക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചാരിറ്റൊന്നും ഇറക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ വണ്ടികളൊന്നും ഇറക്കാൻ പറ്റില്ല, ആൾക്കാർക്ക് നടന്നിട്ടേ വരാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിനടിയിലൊക്കെ ഒരു അണ്ടർഗ്രൗണ്ട് പോലെ പാസേജൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടോ ഇതിനടിയിൽ. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെയോ സാധനങ്ങൾ അതിനുള്ളിൽ കിടക്കുന്നുണ്ട്, തകർന്നിട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ലൈബ്രറീൻ്റെ പുറത്തായിട്ട്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകളുള്ള ഒരു ഏരിയയിൽ. പിന്നെ അൽഹംദുലില്ലാ നല്ല ക്ലൈമറ്റാണ്, എന്നുവെച്ചാൽ നല്ല തണുപ്പാണ്. ഞാൻ ഉള്ളിൽ ജാക്കറ്റ് ശരിക്കും ചൂടെടുക്കുന്നുണ്ട് ഇപ്പോൾ. എനിക്ക് പുറകിലുള്ള ഈ ഒരു ഗേറ്റ് കണ്ടോ, ശരിക്കും ഇത് ഇങ്ങനെ ആയിരുന്നില്ല പണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഈ ഗേറ്റ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു ഗേറ്റ് ഉണ്ടായിരുന്നത്. ഈ ഗേറ്റിൻ്റെ പേരാണ് ഹാഡ്രിയൻസ് ഗേറ്റ് എന്ന് പറയുക. ഹാഡ്രിയൻ എന്ന് വെച്ചാൽ വലിയൊരു എംപറർ ആയിരുന്നു, വലിയൊരു ഭരണാധികാരിയായിരുന്നു. ഹാഡ്രിയൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, പ്രശ്നമാണെന്ന പോലെ എനിക്കറിയില്ല, അദ്ദേഹം ഒരു ബൈസെക്ഷൽ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഓരോ പട്ടണങ്ങളിൽ ഇതുപോലെ ഓരോരോ ആർച്ചുകൾ, ഓരോ ഗേറ്റുകളാണ്. പക്ഷേ അതൊക്കെ അദ്ദേഹം ബൈസെക്ഷൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു മെയിൽ ഫീമെയിൽ എന്നുള്ള കൺസെപ്റ്റിലാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നത്, ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ. അപ്പം ഇതിപ്പോൾ ശരിക്കും റീക്രിയേറ്റ് ചെയ്തതാണ്, തകർന്ന് മുന്നിടന്ന് എടുത്തിട്ട് അവർ റീക്രിയേറ്റ് ചെയ്ത കേട്ടോ. ഇവിടെ ഒരു പൂച്ച കിടക്കുന്നുണ്ടോ, ഇതൊക്കെ കല്ലുകളാണ് ഉണ്ടോ. പിന്നെ ഈ കല്ലൊരു പ്രത്യേകത, ഇതിപ്പോൾ കണ്ടോ, ഇതൊരു പിന്നെ ഒരു ശവകുടീരം ആണ്, ഒരു മൃതദേഹം അടക്കം ചെയ്യുന്നൊരു കല്ലാണ്. ഇതിന് ഒരു പേരാണ്, ഇത് ശരിക്കും ഇവരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ സ്കിന്ന് വേഗം വലിച്ചെടുക്കും പോലും. ഈ കല്ലിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ വേഗം ദഹിക്കും, കത്തിക്കാതാണ് ഈ കല്ലിനുള്ളിൽ ദഹിക്കും എന്നാണ് ഇവർ വിശ്വാസം. ഇവിടുത്തെ പണക്കാർ മാത്രമാണ് ഇതുപോലെ കല്ലുകൾ അടക്കം ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം ഇതുപോലെ വലിയ വലിയ കല്ലുകൾ. പിന്നെ ഇത് ലാത്വിയാണ് ഭാഷ വരുന്നത്, ഇവിടെ കൊത്തിവെച്ചത് 3000 വർഷം പഴക്കമുള്ളതല്ലേ. ലാത്വിയൻ ഭാഷയിലാണ് കേട്ടോ ഇവിടെ കുത്തിവെച്ചത്. ഇത് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് നമ്മൾ കാണാൻ പോകുന്നത്, 3000 വർഷം പഴക്കമുള്ള പബ്ലിക് ടോയ്ലറ്റ്. ആ സമയത്ത് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് കേട്ടോ. ടോയ്ലറ്റ് ആണെങ്കിൽ എന്താ വീട് പോലെ കേട്ടോ, അടിപൊളി. ഇവിടെ ഇവിടെയൊക്കെ വെള്ളം പോകാനുള്ള കുഴികളൊക്കെ ഉണ്ടോ. ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇത് ആണുങ്ങളുടെ ടോയ്ലറ്റാണ്, പബ്ലിക് ടോയ്ലറ്റായി കാണുന്നത്. ലാത്വിയൻ ടോയ്ലറ്റ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. പിന്നെ ഇവിടെ ഈ മിഡിലായിട്ട് കാണുന്നത് ഒരു പൂളാണ്, ഒരു ഓപ്പൺ പൂളാണ്. ഈ ചുമരൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് മഴവെള്ളം കാര്യങ്ങളൊക്കെ ഈ പൂളിൽ വീഴും, അതുപോലെ സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഈ പൂളിൽ വീഴും. പിന്നെ വേറെ കാര്യം, ഇത് ഇങ്ങനെ തന്നെ ഓപ്പണാണ്. നാട്ടിലത്തെ പോലെ നമുക്ക് മറയൊന്നുമില്ല. നമ്മളിപ്പം പബ്ലിക് ടോയ്ലറ്റിൽ പോയി നമുക്ക് മറയില്ല, അതൊന്നുമില്ല. ഇവിടെ കണ്ടോ, ഇതുവഴിയാണ് വെള്ളം പോകുന്നത്. ഇവിടെ ഇരിക്കും ഒരാൾ, ഇവിടെ ഇരിക്കും എന്നുവെച്ചാൽ ഇവന് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ഇവന് കാണാൻ പറ്റും. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവിടെ ഇരിക്കുന്നവന് കാണാൻ പറ്റും. അപ്പം ആൾക്കാർ നിരന്നിരിക്കും, ഒരു മറയില്ലാതെ നിരന്നിരുന്നിട്ടാണ് രാവിലെ പ്രഭാത കൃത്യം നിർവഹിച്ചിരുന്നത്. പിന്നെ അവർ വേറെ കാര്യം, ഇത്
ഏറ്റവും വിലപിടിപ്പുള്ള മാർബിളാണ് ഈ ഒരു ടോയ്ലറ്റിന് അവർ ഉപയോഗിച്ചിരുന്നത്. നമ്മളൊക്കെയാണ് നമ്മൾ നിലത്തിരിക്കുക. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഇപ്പോഴാണ് നാട്ടിൽ വന്നത്. അപ്പം ഇത് യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്. 3000 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ അങ്ങനെ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. പിന്നെ ഇവർ കഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമകളുണ്ട് ഇവർക്ക്. അടിമകളെ കൊണ്ട് ഇവർ പിന്നെ കഴിയിപ്പിക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അടിമകൾ എന്ന് വെച്ചാൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ പെണ്ണുങ്ങൾ എന്ത് ഇതുപോലത്തെ സ്ഥലത്തിനുള്ളിൽ കയറുകയൊക്കെ ചെയ്യും കേട്ടോ. ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഇതുപോലത്തെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ എല്ലാവരും പരസ്പരം കണ്ടിട്ട് നിരന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നിരന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, നിരന്നിരിക്കും. ഇവരിടുന്ന മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നേരെ താഴേലൊക്കെ പോവുക, ഇവിടെ നേരെ ഡ്രൈനേജിലേക്ക് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് പൂള്. ഈ പൂളിൽ നിന്ന് അവർക്ക് കുളിക്കാം ഒക്കെ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് വെൽത്തിയസ്റ്റ് പീപ്പിൾസ് ഇത് ഉപയോഗിച്ചിരുന്നത്. വെച്ചാൽ റോമൻ ബാത്തിൻ്റെ ഏരിയ ആണ്. വെച്ചാൽ ഇപ്പം കോൾഡ് ബാത്ത്, ഹോട്ട് ബാത്ത് നമ്മൾ തുർക്കിഷ് ബാത്തെല്ലാം ചെയ്തില്ല, അതുപോലെ തന്നെ ഒരു ഏരിയ ആണ് ഇവിടെയൊക്കെ. ഇത് ശരിക്കും കുളി റൂമാണ് ഇത് മുഴുവനായിട്ട്. പൈസക്കാർക്കുള്ള കുളി റൂം. പൈസക്കാർക്ക് പിന്നെ എന്തോ ആവാലോ. കണ്ടോ, പണ്ട് മുതലേ ഇതന്നെയാണ് പൈസ ഉള്ളവനാണ് രാജാവ്. ഞാൻ അന്ന് പറഞ്ഞ വീഡിയോ ഓർമ്മയുള്ളത് നിങ്ങൾക്ക്. ഈ 3000 വർഷങ്ങൾക്ക് മുമ്പും പൈസ ഉള്ളവൻ തന്നെ രാജാവ് കേട്ടോ. പൈസ ഇല്ലാത്തവൻ അവൻ്റെ അടിമയായിരുന്നു. നേരത്തെ തന്നെ അവിടെ കാണിച്ചില്ല, എഡ്രിയൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ ഒരു ബൈസെക്ഷൽ രാജാവിൻ്റെ ഒരു ഒരു ആർച്ച്. ഇത് അദ്ദേഹത്തിൻ്റെ അമ്പലാട്ടോ. എഡ്രിയൻ തന്നെ ആ ഒരു എംപയറിൻ്റെ അമ്പലാണിത്. ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ വരും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, നിങ്ങൾ ഞെട്ടരുത്. നിങ്ങൾ വീട്ടിൽ മൊസൈക്കൊക്കെ ഇടാറില്ലേ? ഇതുണ്ട്, നിങ്ങൾ മൊസൈക്ക് ഇട്ടിട്ടുണ്ട് ഇവർ ഈ മുഴുവനായിട്ടും. ഇത് ശരിക്കും ഇവിടുത്തെ റിച്ച് ആൾക്കാരുടെ, ആ സമയത്ത് റിച്ച് ആൾക്കാരുടെ അവർ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പുകളാണ്. ഇതിൻ്റെ പുറകിൽ റിച്ച് ആൾക്കാരുടെ വീടുകളാണ്. പിന്നെ ആ നടക്കുന്ന നടവഴിയായിട്ട് നിങ്ങളുണ്ടോ, ആ നടക്കുന്ന നടവഴി മുഴുവനും ഇവർ മൊസൈക്ക് ഇട്ടിട്ടുണ്ട്. 3000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇവിടെ ഒരു ബേർഡിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടോ. അപ്പോൾ ഈ കല്ലിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ താഴയിൽ എന്താ നല്ലൊരു ഗമ്മിട്ട് അവർ അതിൻ്റെ മുകളിൽ പറ്റിക്കുന്നത്. നല്ല നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 3000 വർഷം പഴക്കമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ തൂണായിക്കോട്ടെ, തൂണിൻ്റെ കളറിലും വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അവിടെ കണ്ട് നരച്ചു പോയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി കളർഫുള്ളായി കേട്ടോ. ഇവിടെയുണ്ട്. പിന്നെ ഈ തൂണിനെ കുറച്ച് ഡിസൈൻ വരാൻ തുടങ്ങി. ചെത്തിയെടുത്ത് ഇത് എത്ര സമയം എടുക്കുന്ന ഈ സാധനങ്ങൾ ചെത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട. പിന്നെ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ 45 റിയാൽ എക്സ്ട്രാ ടിക്കറ്റ് കൊടുക്കണം. അപ്പം ഞാനത് കുറച്ച് നോക്കിയിട്ട് കയറാമെന്നുള്ള പ്ലാൻ. കാരണം ഗൈഡിനും കൂടി കയറുമ്പോൾ പിന്നെയും പൈസ കൊടുക്കണം. പിന്നെ ഈ മുകളിൽ കാണുന്നതൊക്കെ ആ സമയത്തുള്ള വീടുകളാണ്, റീക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല കാണാൻ വൃത്തിയുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ അവർ മഴയും വെയിലും കൊള്ളാതെ സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ എക്സ്ട്രാ പൈസ വാങ്ങുന്നത്. ഈ പറഞ്ഞ ഷോപ്പുകൾ അങ്ങേ തലവേരുണ്ട്. അവിടെയൊക്കെ മൊസൈക്ക് ഇട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ഡിസൈനിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെയൊക്കെ ഓരോ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല തണുപ്പ് വരാൻ തുടങ്ങി വൈകുന്നേരം ആയതുകൊണ്ട്. ഇതിൻ്റെ വേറെ കാര്യം കൂടി ഉണ്ട്. ആ കാണുന്നത് കൊളസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പ്രതിമയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു FSSൽ ഏറ്റവും മൊഞ്ച് കൂടിയ, ഏറ്റവും ഗ്ലാമർ കൂടിയ ഒരു വനിതയായിരുന്നു. പിന്നീട് അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറി. ക്രിസ്ത്യാനിറ്റി മതം സ്വീകരിച്ച ആദ്യ വനിതയാണ് ഇവിടുത്തെ. അവരങ്ങനെ ഈ ഒരു ഏരിയയിൽ അവരെന്ത് ചെയ്തു, ഇവിടുത്തെ ഈ ഹൗസ് ഓഫ് പ്ലഷർ വെച്ചാൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് അവർ ഒരുപാട് സാമ്പത്തികപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ശരിക്കും പ്രോസ്റ്റിറ്റ്യൂട്ടുകാരുടെ മാഡം, അങ്ങനെയാണ് ആ സ്ത്രീ അറിയപ്പെട്ടിരുന്നത്. അതും ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. അതൊരു ജോലിയാണ്. ആ ജോലിക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. അതിനെപ്പറ്റി അറിയാത്ത മന്ദബുദ്ധികളാണ് ഇവർ. ഇപ്പം മുംബൈയിലോ അല്ലെങ്കിൽ കൊൽക്കത്തയിലൊക്കെ പോയി ഇവർ താമസിക്കുന്നതിനിടയിൽ ക്യാമറ വെച്ച് കയറ്റിയിട്ട് ഇവരെന്തോ വലിയ അപരാധം ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് നടക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും. പ്രോസ്റ്റിറ്റ്യൂഷൻ ആരും പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് വീഡിയോ ചെയ്യാൻ, അവരെ കളിയാക്കാനൊന്നും നിൽക്കരുത്. അത് അവരുടെ ജോലിയാണ്. വിദേശത്തൊക്കെ പോൺ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ശരിക്കും ഒരുപാട് നല്ല പൊസിഷനിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാട്ടോ. അപ്പം ഒരിക്കലും നമ്മൾ അവരെ കളിയാക്കാനൊന്നും പാടില്ല. അതൊരു ജോലിയാണ്. അവർ കക്കാനോ മോട്ടിക്കാനോ നിൽക്കുന്നില്ലല്ലോ. ആവശ്യമുള്ളവർ അവരെ തേടി ചെല്ലുന്നത്, അവരവരുടെ ആവശ്യം തീർത്തു കൊടുക്കുന്നു. അതിൻ്റെ പൈസ അവർ വാങ്ങുന്നു, അത്രേ ഉള്ളൂ. റെസ്പെക്റ്റ് ചെയ്യണം എല്ലാവരും. ഇത് ട്രാജൻ എന്ന് പറഞ്ഞ ഒരു എംപററിൻ്റെ പേരിൽ നിർമ്മിച്ച ഒരു എന്താ പറയുക, ഒരു വാട്ടർ ഫൗണ്ടനാണ്. ഇതാണ് ആ ഒരു എംപററിൻ്റെ പ്രതിമ. ഈ പ്രതിമ ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അവർ പൊക്കി. ഇത് ഇവിടെ ഉണ്ട്, കുറച്ച് ഇവിടെ പണ്ടത്തെ ഫോട്ടോസിലുണ്ട്. ഇതായിരുന്നു അതിൻ്റെ ഡിസൈൻ. ഇതാണ് ആ രാജാവിൻ്റെ പ്രതിമ. അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഞാനാണ് നിങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന പോലെ ഒരു പ്രതിമയാണ് ഇവിടെ ഒരു ബോളെല്ലാം ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ. ഇപ്പോൾ ഇതിൻ്റെ കോലം ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ കണ്ടപ്പോൾ തന്നെ പുറത്ത് ഇവിടെ വെള്ളമുണ്ട്. ഈ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പൂളുണ്ടോ. ഈ പൂളിൽ നിന്ന് ഇവിടുത്തെ ആൾക്കാർ കുടിക്കാനൊക്കെ വെള്ളം എടുത്തിരുന്നത്. അങ്ങനെ ഒഴുകി മുകളിൽ നിന്ന് ഒഴുകി വരുന്നതിലേക്ക് കൂടി. പിന്നെ ഇതാണ് മെയിൻ പൂള്. ഓക്കെ, ഇവിടെ നമുക്ക് അവർക്ക് കുടിക്കാനും മറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ വെള്ളം ഒഴുകുന്നത് അതിലെ കൂടെയാണ്. അതിനൊക്കെ വെള്ളം ഒഴുകി വരും. ഇതായിരുന്നു ആ രാജാവിൻ്റെ പ്രതിമ. ഇപ്പോൾ കാണിച്ചിട്ടില്ലേ, രാജാവിൻ്റെ പ്രതിമയായിരുന്നത്. അപ്പം
അതും അദ്ദേഹം ഇവിടെ 2 തവണ മാത്രം വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടുത്തെ ആൾക്കാർ പൈസ ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. ആ സമയത്ത് ഇത് വലിയ ചിലവൊന്നും ഉണ്ടാവില്ല ഇതുപോലത്തെ പ്രതിമകളൊക്കെ നിർമ്മിക്കാൻ. കാരണം എല്ലാം കല്ലല്ലേ, കൊത്തുപണിക്കാരായിരുന്നു അന്നത്തെ രാജാക്കന്മാർ. ഇതുവഴിയായിരുന്നു വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. വേറെ സംഭവം കൂടിയുണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ പേരുകളില്ല. ഇതൊക്കെ ഓരോ ആൾക്കാരുടെ പേരുകളാണ്, പക്ഷേ ഇവിടെ പേരില്ല. എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രാജാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെന്ന് പറയുമോ, അവരെ വരുന്ന തലമുറ അവരെ ഓർമ്മിക്കാതിരിക്കാൻ വേണ്ടി, അവരുടെ പേര് ഓർമ്മിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ പേരൊക്കെ മായ്ച്ചാൽ കേട്ടോ. കണ്ടോ ഇങ്ങനെ ഒരു ഇതിൽ. പിന്നെ ഈ ബോൾ എന്താണെന്ന് വെച്ചാൽ ഇത് സിമ്പിൾ ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞത്. ഈ ബോൾസ് ഉണ്ട് ഇവിടെ, ഒരുപാട് ബോൾസ്, സിമ്പിൾ ഓഫ് ഫെർട്ടിലിറ്റി കേട്ടോ. അപ്പം ഇനി നമ്മൾ മുകളിലേക്ക് പോവാം. മുകളിൽ പോയിട്ട് കാഴ്ച കാണിച്ചാൽ ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഈ മണ്ണിൻ്റെ ഉള്ളിലൊക്കെ ചരിത്രങ്ങൾ ഉറങ്ങുന്നുണ്ട്, അതൊക്കെ അവർ കുഴിച്ചെടുക്കും. നല്ല മിനുസമുള്ള ഇതാട്ടോ, മാർബിളാണ് നിലത്തുള്ളത്, ഗ്രാനൈറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞ തന്നെ ഞാനൊരു ടൈം മെഷീനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റുമല്ലേ. ക്യാമറയിൽ നിന്നൊക്കെ വന്നാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ പോകുന്നുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും എന്നൊരു രാജാവ്, കാരണം ഒരുപാട് അറിവുകൾ നേടിയിട്ടില്ല ഞാൻ പോകുന്നത്. എന്നെ എല്ലാവരും കൂടി തിയേറ്ററിനുള്ളിൽ കൊണ്ടുപോയിട്ട് അതിനുള്ളിൽ വലിയ മൃഗത്തിനടുത്ത് കൊണ്ടിടും, ഇതുവരെ ഫൈറ്റ് എന്ന് പറയും. ഞാൻ മേലോട്ടോക്കിക്കും, അത്ര തന്നെ. ഈ നടക്കും നിങ്ങളാണ് ഇവിടെ ഗ്രിപ്പിനോട് വെച്ചിട്ടുണ്ടോ, അത് കുറച്ച് വലിപ്പം കൂടുതലാണ് കുത്തിന്. കാരണം ഇത് ശരിക്കും രഥങ്ങൾ പോകുമ്പോൾ രഥങ്ങൾ വഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കുത്തിട്ട് കൊടുത്തത് എല്ലായിടത്തും. കുതിര രഥങ്ങളും പോകുന്നല്ലേ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇവിടെ നാര കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഈ കുറച്ച് കഴിഞ്ഞപ്പം ഈ സ്ഥലത്തിന് അങ്ങോട്ടേക്ക് കുതിരകൾ അല്ലെങ്കിൽ കുതിര വണ്ടികൾ പോകുമ്പോൾ ഒച്ചപ്പാട് ബേളാകുന്നുണ്ട്. അവരെന്തു ഇവരെ നാരോ ഗേറ്റ് എടുത്ത് മനുഷ്യന്മാർ നടത്തിയിട്ട് പെഡസ്ട്രേഷൻ മാത്രം പോയാൽ മതി അവരങ്ങ് തീരുമാനിച്ചു. അപ്പോൾ എന്തായി, ഈ ഏരിയ ഒക്കെ എന്തായി മാറി. ഇതൊക്കെ കുതിരകളൊക്കെ ഇവിടം വരെ ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് ആൾക്കാർ നടക്കാൻ. ഒരു തലയില്ലാത്തൊരു പ്രതിമയുണ്ട്. ഇത് ഒരു ഡോക്ടറുടെ പ്രതിമയാണ്, തലയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ രണ്ടാമത്തെ ഈ FSSC ഇങ്ങോട്ട് തന്നെ മാറ്റുന്ന 2 കാരണങ്ങൾ. ഒന്ന് മലേറിയ ആയിരുന്നു, രോഗമായിരുന്നു. ആ മലേറിയ മാറ്റാൻ ഈ ജനങ്ങൾ സഹായിച്ച ഡോക്ടറാണ്. പക്ഷേങ്കിൽ ഇദ്ദേഹം മരിച്ചതും മലേറിയ ബാധിച്ചിട്ടുണ്ട്. ഈ ഗേറ്റിന് പറഞ്ഞ പേരാണ് ഹെർക്കുലീസ് ഗേറ്റ് എന്നാണ് ഈ ഗേറ്റിന് പറഞ്ഞ പേര്. ഹെർക്കുലീസ് ഗേറ്റ് ഇട്ടിട്ട് അതവിടെ ക്ലോസ് ചെയ്തവർ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നിട്ട് മാത്രമേ വരാം. ഇതൊക്കെ ഷോപ്പുകളാണ്. ഈ ഏരിയയിലൊക്കെ ഷോപ്പുകളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ഈ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ ഈ നടക്കുന്ന ഏരിയ ഇല്ലേ, ഈ നടക്കുന്ന ഏരിയ ഇതുപോലെ തന്നെ ഇങ്ങോട്ടേക്കുണ്ട്, ഇടത്തോട്ടേക്കുണ്ട്. ഒരുപാട് പോകാനുണ്ട് അങ്ങോട്ടേക്കൊക്കെ ആയിട്ട്. ഓക്കെ, അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നൈക്കി കമ്പനിയുടെ ഷൂസും ജാക്കറ്റൊക്കെ ഇടാറുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതെ, ഇതാണ് ഗ്രീക്കുകാരുടെ സ്വന്തം നൈക്കി എന്ന് പറഞ്ഞൊരു ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ പേരിൽ നിന്നാണ് ശരിക്കും ഈ അമേരിക്കൻ കമ്പനിയായ നൈക്കി അവരുടെ പേര് കൊണ്ടുവന്നിട്ടോ. കാരണം ഇത് ഗ്രീക്ക് കഥകളിലെ സ്പോർട്സ് അല്ലെങ്കിൽ അതുപോലുള്ളൊക്കെ ദൈവമായിരുന്നു ഈ നൈക്കി എന്ന് പറയുന്നത്. അവരുടെ ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ കുത്തിയിട്ടുള്ളത്. ആ സമയത്ത് കുത്തിവെച്ച സ്റ്റാച്ചു. അപ്പോൾ ഫേസൊക്കെ ഏകദേശം അതുപോലെ തന്നെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എന്താ പറയുക, ഇപ്പോൾ ആധുനിക നൈക്കി ബ്രാൻഡൊക്കെ അവരുടെ പേര് കൊണ്ടുവന്നത്. ഇത് ടെമ്പിളാണ്. അതുപോലെ അവിടെ സ്കൂളുണ്ട്, ഒരുപാടുണ്ട്. ഇവിടെ ചെറിയൊരു വാട്ടർ പൂളൊക്കെ ഉണ്ട്, ഇവിടെ വെള്ളമൊക്കെ വരുന്നത്. ഇത് ഒരു സർക്കിളാണ് കണ്ടോ. ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇവിടെയൊക്കെ ആൾക്കാരുണ്ടാവുമായിരുന്നു. ഇപ്പോൾ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, കാണാൻ വരുന്ന ആൾക്കാരുള്ളൂ. അപ്പം ഇത് കണ്ടോ, ഇതിപ്പോൾ നടവഴിയാണ്, ചാരിറ്റിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഇത് ഹെർമിസിൻ്റെ പ്രതിമയാണ്. ഹെർമിസ് അറിയാലോ, ഗ്രീക്കിലെ ഒരു ദൈവമാണ്, വിലപിടിപ്പുള്ള ബാഗുകളുടെ ദൈവം. അതും ഇദ്ദേഹമായിരുന്നു ഇപ്പം നമ്മുടെ നാരദമുനിയൊക്കെ പോലെ ഒരു മെസ്സഞ്ചർ ആയിരുന്നു. അത് ഫാസ്റ്റസ്റ്റ് മെസ്സഞ്ചർ ആയിരുന്നു, ഏറ്റവും സ്പീഡിൽ കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു ദൈവമായിരുന്നു. പിന്നെ ഈ ലോഗോ നിങ്ങൾക്ക് ഇവിടെ ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ ഡോക്ടർ പഠിക്കുന്നവർക്കറിയാം. നിങ്ങളുടെ ഡോക്ടറുടെ ഒരു ലോഗോ ഇല്ലേ, ഇങ്ങനൊരു ഇതും അതിനകത്ത് സ്നാക്സ് വരുന്നത് അതുപോലെ തന്നെ ഇല്ലേ. അതേപോലെ തന്നെ ഇതേ ഇവിടെ കണ്ടോ, ഫാർമസിയുടെ ഒരു സൈൻ, ഒരു ചെറിയ പാത്രത്തിൽ മരുന്നൊക്കെ വെച്ചിട്ടില്ലേ. ഇതൊക്കെ 3500 വർഷങ്ങൾക്ക് മുമ്പേ വന്ന കേട്ടോ. നടന്ന് മുകളിലെത്താറേ. ഇതൊക്കെ ആ സമയത്ത് ഷോപ്പുകളായിരുന്നു. പിന്നെ തൂണുകളുണ്ട്, എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൊക്കെ മറകളുണ്ട് കേട്ടോ. ഇതുപോലെ ഓപ്പൺ അല്ല, ആ സമയത്ത് മറകളുണ്ടായിരുന്നു. ഇതൊക്കെ ഷോപ്പുകളാണ്. ഷോപ്പുകളുടെ സാധനങ്ങൾ വെക്കാനും അതൊക്കെയുള്ള സ്ഥലങ്ങളാണിത്. പിന്നെ ഈ സൈഡ് വലിയൊരു ചുമരുണ്ട്. ഈ ചുമരിൻ്റെ അപ്പുറം വേറെ എന്തോ പരിപാടികളുണ്ട്. അതുപോലെ നമ്മൾ നടക്കുന്ന റോഡ് കണ്ടോ, ചാരിറ്റുകൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രിപ്പ് ഇട്ടിട്ട്. പിന്നെ നേരത്തെ അവിടെ ചാരിറ്റ് കയറുന്നത് നിർത്തി എന്ന് പറഞ്ഞാൽ ഹെർക്കുലീസിൻ്റെ ആ ഒരു ഗേറ്റ് ഇട്ട് ക്ലോസ് ചെയ്താണ്. അതിന് മുമ്പേ അവിടെ ഇവിടെ ഇതുണ്ടായിരുന്നു, ഇതുവഴി ചാരിറ്റൊക്കെ വന്നിരുന്നു. പക്ഷേ ഹെർക്കുലീസ് ഗേറ്റ് ഇട്ട് പൂട്ടിയപ്പം പിന്നെ ചാരിറ്റുകൾ ഇങ്ങോട്ട് വരാണ്ടായി. അതിൽ ഈ ഒരു മല കണ്ടോ, ഈ മലയുടെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ജീവിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ കുഴിച്ചെടുത്തിട്ടുണ്ട്, ഒരുപാട് വീടുകളൊക്കെ. ഇതൊരു മെയിൻ സിറ്റിയാണ്. സിറ്റി വിട്ടിട്ട് പുറത്തും ആൾക്കാരൊക്കെ താമസിച്ചിരുന്നു. ഈ പ്രതിമ ഉണ്ടോ, നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മനസ്സിലാവും. ആർത്തമിസ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു ദൈവമാണ്. അവരുടെയാണ് പ്രതിമ. അവരെ ആ ഒരു ഭാഗത്ത് നിന്നാണ് അവിടെ ഒരു പ്രതിമ കിട്ടിയത്. ശരിക്കും ഇത്
ഇതൊന്നും എനിക്ക് പുറകെ കാണുന്നത് ഇത് ഒരു കുറച്ച് സങ്കടപ്പെടുന്ന ഹിസ്റ്ററിയാണ്. ഇവിടെയായിരുന്നു അവിടെ 24 മണിക്കൂർ കത്തിക്കൊണ്ടുവന്ന് തീ ഉണ്ടായിരുന്നത്. ഈ തീയിൽ നിന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ എല്ലാ ദിവസവും അവരെ റൂമിലേക്ക് എല്ലാവരും വീട്ടിലേക്ക് തീകൾ കൊണ്ടുപോയത്. ഇപ്പോഴാണല്ലോ നമുക്കിവിടെ കറണ്ടൊക്കെ വന്നത്. അന്നത്തെ കാലത്ത് കറണ്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് തീ കൊണ്ടുപോയത്. അപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ ഈ തീ കത്തിക്കാൻ ഇവിടെ വിർജിനായിട്ടുള്ള കന്യകമാരൊന്നും ഉണ്ടായിരുന്നു. അവരാണ് ഡെയിലി തീ കെടാതെ നോക്കണ്ടേ. അപ്പോൾ എല്ലാ കൊല്ലവും ഇവിടെ നിന്ന് എടുത്ത് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അവർ കന്യകയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ കന്യകയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നുകിൽ കൊന്നുകളയും അല്ലെങ്കിൽ പിന്നെ അവർ കാണാതാകും. അങ്ങനെയായിരുന്നു. അപ്പം സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അന്നും ഉണ്ട് കേട്ടോ. വിശ്വാസമാണ്. കാരണം കന്യകയല്ലാത്ത ഒരാൾ തീ കത്തിച്ച ഈ ലോകം നശിക്കും എന്നുള്ള അന്ധവിശ്വാസങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനാണ് ഇപ്പോൾ നടന്നത്. ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഒരു തിയേറ്ററാണ്. ഈ തിയേറ്റർ ഉണ്ട് നിങ്ങൾ തിയേറ്റർ ശരിക്കും ചെറിയൊരു തിയേറ്ററാണ്. നേരത്തെ കണ്ടത് പിന്നെ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ ഫൈറ്റേഴ്സും അതുപോലെ പിന്നെ ആയോധന കലാപരമായ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ശരിക്കും മ്യൂസിക് കേൾക്കാനും അതുപോലെ സെനറ്റ് നമ്മൾ പാർലമെൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. വളരെ ചെറുതാണ്. ഓക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വശം കണ്ടോ, ഇതൊക്കെ ഇവിടുന്ന് കുഴിച്ചെടുത്ത കല്ലുകളാണ്. ഇതൊക്കെ എവിടെ ഫിറ്റാക്കണം എന്നറിയാത്തതുകൊണ്ട് ഇവർ ഇങ്ങനെ വെച്ചതാട്ടോ. കാര്യം എവിടെ ഇതൊക്കെ ഫിറ്റാക്കണം എന്ന് അറിയാത്തതുകൊണ്ട് മാത്രം ഇവർ വെച്ചതാണ്. അലോക്കുലു അങ്ങനെ എന്തോ ഈ മലയുടെ പേര് ഞാൻ മറന്നുപോയി. ആ മലയുടെ താഴെയായിട്ടാണ് ഈ ഒരു SFPSൻ്റെ 3ാം ഭാഗം സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ ഈ മലയുടെ താഴെയിൽ. അപ്പം യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ ഇവിടെ, ഒരുപാട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു തരാം. ഈ തൂണ് ഓക്കെ നിങ്ങൾ ജസ്റ്റ് കണ്ടോ, ഈ തൂണിപ്പോൾ ഞാൻ തൊടുന്നു, ഈ വാക്സിനെ തൊടുന്നു. 3000 വർഷങ്ങൾക്ക് മുമ്പ് എത്ര മനുഷ്യർ ഇവിടെ തൊട്ടിട്ടുണ്ടോ? ഇത് പണിയുന്നവൻ എത്ര തൊട്ടിട്ടുണ്ടോ? അത് തൊടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ. ഓ പിന്നെ ഇവിടെ മരമൊക്കെ ഇട്ടിട്ട് ഇവർ നല്ല മൊഞ്ചാക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഈ സിറ്റിയുടെ ഒരുവിധ ഭാഗമെല്ലാം കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ലോങ് സൈറ്റ് കാണിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് FSSലെ കാഴ്ചകൾ. പിന്നെ ഇത് ശരിക്കും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പെൻസ് മുടക്കി വന്ന് ഇത്രയും എക്സ്പെൻസ് കൊടുത്ത് ഗൈഡിനെ ഹയർ ചെയ്തിട്ട് കയറുന്നത്. കാരണം മലയാളികൾക്ക് ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ കഥാബുക്കുകളിൽ മാത്രമേ വായിച്ചിട്ടുണ്ടാവും, നമ്മളാരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അൽഹംദുലില്ലാ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ തരണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പം ഈ വീഡിയോന് വ്യൂവേഴ്സ് ഉണ്ടാവില്ല, കുറവായിരിക്കും. പക്ഷേ 1 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ 1 ലക്ഷം ആൾക്കാരിലേക്കും ഈ സ്ഥലങ്ങൾ എത്തിക്കാൻ എനിക്ക് പറ്റി. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അത്രേ എനിക്ക് വേണ്ടു. 1 ലക്ഷം ആൾക്കാരിലേക്കും ഈ FSS എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എത്തിക്കാൻ എനിക്ക് പറ്റി, അവരുടെ മെമ്മറിയിലേക്ക് എത്തിക്കാൻ പറ്റി. ഒരുപക്ഷെ നാളെ സ്കൂളിലോ മറ്റേ കുട്ടികൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റോ സെമിനാറൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ റെഫറൻസ് ആയിട്ടൊക്കെ ഈ ഫയൽ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ചരിത്രങ്ങളിൽ മാറ്റങ്ങളാണ്, പക്ഷേ കാണിക്കുന്ന സീനൊക്കെ ഓക്കെയാണ്. ഇവർ വന്നൊരു ഫീലിലേക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി നമ്മൾ പോകുന്നത് പമുക്കലയാണ്. പമുക്കല എന്ന് പറഞ്ഞാൽ ഇവിടെ 180 കിലോമീറ്റർ റൈഡ് ചെയ്യണം. ഇപ്പം തന്നെ ചെറിയ തണുത്ത കാറ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പമുക്കലയിലേക്ക് പോയിട്ട് അവിടെ ചരിത്രമല്ല ശരിക്കും, അവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, ഒരു പൂളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. ഒരുപാട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് എനർജി വരുന്നത് കേട്ടോ. നാളത്തെ എപ്പിസോഡ് കാണാം, മറക്കല്ലേ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.